വി വസീഫ്, അങ്ങനെ ഏതെങ്കിലും സമൂഹത്തെയോ സമുദായത്തെയോ ലക്ഷ്യം വെച്ചാണോ നിങ്ങളുടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ നിങ്ങളുടെ സഹയാത്രികനും ഈ കാര്യങ്ങൾ പറഞ്ഞത്? കൊടുവള്ളിയെ സംബന്ധിച്ചും മലപ്പുറത്തെ സംബന്ധിച്ചും അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടോ? മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായി പോലും മത്സരിച്ച ഒരു വ്യക്തിയല്ലേ താങ്കൾ? അതിലേ അജിംഷാദേ, ഈ സേനാപതി വേണു ചർച്ചയെ എങ്ങോട്ടോ കൊണ്ടുപോകും. ഇവിടെ KT ജലീൽ ആണെങ്കിലും ഞാനാണെങ്കിലും ലാലായാലും ഒക്കെ പറയുന്നത് എന്താണ്? തെറ്റിനെ തെറ്റായി കാണാൻ സാധിക്കണം എന്നുള്ളതാണ്. ഒരു തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റ് ചെയ്ത ആളുടെ എന്തെങ്കിലും സവിശേഷതകൾ ഉയർത്തി കാണിച്ച് അതിനെ പ്രതിരോധിക്കരുത്. ഇവിടെ എന്താ സംഭവം? മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽപ്പെട്ടവരുൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ സഹയാത്രികരായി അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മതപണ്ഡിതൻ ഉൾപ്പെടെ സ്വർണം കടത്തി, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ പേരും ഡീറ്റെയിൽസും പറയാം എന്ന് ജലീൽ പറയാം. ഇത് പറയുന്നതിൻ്റെ സാഹചര്യം എന്താ? ജലീൽ ഒരു മതവിശ്വാസിയാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗിലെ നേതാക്കന്മാരെക്കാൾ അത്യാവശ്യമൊക്കെ മതപാണ്ഡിത്യമുള്ള ആളാണ് ജലീൽ. അതറിയാത്തവരല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. അങ്ങനെ മതപരമായി ജീവിക്കുന്ന, നേരത്തെ മുസ്ലിം ലീഗിന്റെ ഭാഗമായി നിന്നിരുന്ന KT ജലീൽ ഉദ്ദേശിച്ചത് എന്താ? KT ജലീൽ ഉദ്ദേശിച്ചത് ഈ പറയുന്ന പ്രദേശത്ത് നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള വലിയ ഹാലിളക്കം അല്ലെങ്കിൽ വലിയ പ്രയാസമൊക്കെ കാണിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എന്നാ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും ആ പ്രദേശത്തെ ഒരു സാമൂഹിക അവസ്ഥയിലാണ് പറയുന്നത്. അവിടെ മുസ്ലിം പണ്ഡിതന്മാർക്കൊരു പങ്കുണ്ട്, മുസ്ലിം നേതാക്കന്മാർക്കൊരു പങ്കുണ്ട്, മുസ്ലിം മത നേതാക്കന്മാർക്കൊരു പങ്കുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പള്ളികളിലും അതുപോലെ തന്നെ മത സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാറുണ്ട്. അങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ വിഭാഗത്തോട് പറയണം എന്ത്? ഈ മതപണ്ഡിതൻ പോലും ചെയ്ത തെറ്റ് അത് തെറ്റാണ്, അത് രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്ത വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നുള്ള നിലക്കാണ് ജലീൽ ഉന്നയിച്ചത്. പിന്നെ നിങ്ങൾ ഈ വൈകാരികമായി പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ബെന്നി ബെഹന്നാൻ എന്ന് പറയുന്ന ആള് കേരളത്തിലെ UDFന്റെ കൺവീനർ ആയിരുന്നു. UDFന്റെ കൺവീനർ, മുസ്ലിം ലീഗുകാരുടെ എല്ലാ പിന്തുണയുമുള്ള കൺവീനർ. ആ ബെന്നി ബെഹന്നാൻ ഒരു കത്തയച്ചിരുന്നു സാക്ഷാൽ നരേന്ദ്രമോദിക്ക്. എന്താ കത്ത്? കത്ത് മറ്റൊന്നുമല്ല, ഖുർആനിൽ ഈ ഈന്തപ്പഴത്തിൽ ഖുർആനിൽ എല്ലാം സ്വർണം കടത്തിയിട്ടുണ്ട്. ഖുർആനിൽ സ്വർണം കടത്തിയതിന് പിന്നിൽ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നിട്ട് നരേന്ദ്രമോദിക്ക് കത്തയക്കുക. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നോക്കണം. നിങ്ങൾ ഈ രാജ്യത്ത് തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ തകർക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ മലപ്പുറത്തും മലബാറിലും വന്ന് മതസ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി. ആരാ ഇതിന്റെ ഉത്തരവാദി? ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? ഇതിനെല്ലാം കാരണക്കാർ അന്നത്തെ UDFന്റെ കൺവീനർ ബെന്നി ബെഹന്നാനും അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവും ഇന്നും മുസ്ലിം ലീഗിനെ നയിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഒരു സങ്കടവും അവർക്കില്ലല്ലോ. ഈ മലബാറിലെ, ഈ പറയുന്ന മലപ്പുറത്തെ, കോഴിക്കോട്ടെ മതസ്ഥാപനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കയറി ഞെരങ്ങിയിട്ട് അതിനെതിരെ ഇവർ ശബ്ദിച്ചോ? പറഞ്ഞില്ലല്ലോ ഒന്നും. അതിന് കാരണക്കാരായിട്ടുള്ള ഈ ബെന്നി ബെഹന്നാനെയും കോൺഗ്രസിനെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞോ? മതവിരോധികളാണ്, ഈ സ്ഥാപനങ്ങളെ തകർക്കാനാണ് ഇവർ നേതൃത്വം കൊടുത്തത് എന്ന് ഒരു വാക്ക് കൊണ്ടെങ്കിലും മുസ്ലിം ലീഗുകാർ പറഞ്ഞോ? പറയുന്നില്ല എന്ന് മാത്രമല്ല, അത് പറയാനും പോകുന്നില്ല. മുസ്ലിം ലീഗിന്റെ ഉദ്ദേശം എന്താ? സാമ്പത്തിക താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും മാത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം മതം ഒരു അജണ്ടയല്ല. മതം ഒരു പടച്ചട്ടയാണ് അവർക്ക്. എന്തിനു വേണ്ടിയുള്ള പടച്ചട്ട? ഇവരുടെ അഴിമതിയും ഇവരുടെ കൊള്ളരുതായ്മയും എല്ലാം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള പടച്ചട്ടയായിട്ടാണ് ഈ മുസ്ലിം ലീഗ് മതത്തെ ഉപയോഗപ്പെടുത്തുന്നത്. അതാ പ്രശ്നം. നിങ്ങൾ ഏത് കാര്യം എടുത്ത് പരിശോധിച്ചോ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? ഒരു മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ വീടിന്റെ ഈ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് 50 ലക്ഷം രൂപ കിട്ടിയത്. തുടക്കത്തിൽ പറയാത്ത കാര്യങ്ങളാ പിന്നീട് മാറ്റി മാറ്റി പറഞ്ഞത്. എന്നിട്ട് എവിടെ പോയിട്ടാ സെറ്റിൽ ചെയ്തത്? ഇപ്പൊ നാട്ടിലാകെ ഇറങ്ങി CPM-ന് ചീത്ത വിളിച്ച് നടക്കുന്ന നേതാവുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞത്? ഇഞ്ചി കൃഷിയിൽ നിന്നുണ്ടാക്കിയ പണമാണ് എന്ന. എന്നിട്ട് ആ തെറ്റിൽ നിന്ന് ആ
കേസിൽ നിന്ന് ഊരിയെടുക്കാൻ ആരെയൊക്കെയോ കണ്ടു, എന്തൊക്കെയോ ഇടപാടുകൾ നടത്തിയെന്ന് ഈ നാട്ടിൽ പാട്ട. എന്നിട്ട് ഇതിനെയെല്ലാം ഞാൻ ഇന്ന ആളായതുകൊണ്ട് ഇപ്പൊ MK മുനീർ പറയുന്നത് എന്താ? എനിക്കെതിരെ ഇനി നിരവധി കേസുകൾ വരും, ഞാൻ RSSനെതിരെ സംസാരിച്ചത് കൊണ്ടാണ്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്. ഈ നാളെയും മറ്റന്നാളും ഇനിയും വിവരങ്ങൾ വരുമെന്ന എൻ്റെ ഫോണിലേക്ക്, ഞാൻ ഇപ്പോഴും ആ ഫോണിലേക്ക് നോക്കിയത് മറ്റൊന്നുമല്ല, കൊടുവള്ളിയിലും പരിസരത്തും മലപ്പുറത്തും ഒക്കെ ഉള്ള ആളുകൾ എനിക്ക് വാട്സപ്പിൽ പാസ്പോർട്ട് സഹിതം അയച്ചു തരിക. അയച്ചിട്ട് പറയാണ് ഇയാൾ ഇന്ന ജയിലിലാണ്, ഇയാൾ ഇന്ന സമയത്ത് പോയതാണ്. ഞാൻ അതൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല, കാരണം അതൊക്കെ സത്യമാണോ ഇല്ലേ എന്നുള്ള അറിയാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട്, MK മുനീറിന്റെ നേതൃത്വത്തിലുള്ള അതെ അത് അന്വേഷിക്കണമെന്ന് പറയുന്നത് കുറ്റമാണോ? ആ യുവാക്കളെ കാണിക്കുന്ന ചതി അത് കുറ്റമാണെന്ന് പറയുമ്പോൾ വസീഫ്, അതാ ഞാൻ പറയുന്നത്. അതാണ് ഞാൻ അജിംഷാദെ, ഞാൻ പറയട്ടെ അജിംഷാദെ, ഇവിടെ ഈ പറയുന്ന MK മുനീർ ചെയ്ത തെറ്റ് എന്ന് നമ്മൾ സംശയിക്കുന്നത് എന്താ? MK മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഈ അമാന എംബ്രേഡ്സ് അവര് വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന ചെറുപ്പക്കാരെ സമീപിക്കുക. പാവങ്ങളാണ്, മറ്റു ഗതിയില്ല, ജോലിയെടുത്ത് അവിടെ നല്ല ശമ്പളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ്. ആ പോകുന്നവരെ തെരഞ്ഞുപിടിച്ച് നിങ്ങൾക്ക് താമസ സൗകര്യം തരാം, നിങ്ങൾക്ക് അവിടെയുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഈ MLA ഓഫീസിൽ നിന്ന് ഫോം വാങ്ങി പൂരിപ്പിച്ചു കൊടുത്ത് ഇവർ വിദേശത്തേക്ക് പോവുക. അങ്ങനെ വിദേശത്തേക്ക് പോകുന്നവരെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ, ഈ അന്വേഷണം നടത്തി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിൽ ഒരുപാട് പാവങ്ങളെ ഇവരെന്താക്കിയിട്ടുണ്ടാകും, കാരിയർമാരാക്കി ഉപയോഗിച്ചിട്ടുണ്ടാകും. തിരിച്ചു വരുമ്പോ ഒരുപക്ഷെ ടിക്കറ്റ് കൊടുക്കും, അവരുടെ കയ്യിൽ സ്വർണം കൊടുത്തയക്കും. അങ്ങനെ കൊടുത്തയക്കുന്ന സ്വർണമുണ്ട് ഈ കേരളത്തിൽ എന്നുള്ള സംശയമാണ് ഈ കുറ്റവാളികളുമായി ചേർന്ന് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കുമ്പോ ഈ നാട് സംശയിക്കുന്നത്. അത് ഏതൊരു മനുഷ്യനും അല്പം ചിന്തിക്കുന്നവന് തോന്നാവുന്ന സംശയമല്ലേ, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന തരത്തിലല്ലേ നമുക്കിപ്പോ ബോധ്യപ്പെടുന്നത്. ഇവിടെ ഈ രാമനാട്ടുകരയിൽ 5 പേര് കൊല്ലപ്പെട്ട ആ കുപ്രസിദ്ധമായ ആ സ്വർണ്ണക്കടത്ത് ഇടപാടുകൾ, ആ ഇടപാടുകളിലെ പങ്കാളിയാണ് ഈ ഗവേണിംഗ് ബോഡി അംഗമായിട്ടുള്ളത്. അങ്ങനെ ഗവേണിംഗ് ബോഡി അംഗമായി ഈ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഈ കേസിലെ പ്രതി ഉണ്ടെങ്കിൽ MK മുനീർ പിന്നെ എവിടെ പോയിട്ട് ഒളിച്ചിട്ട് എന്ത് കാര്യം? ഇപ്പോ എന്നിട്ട് MK മുനീർ സ്റ്റേറ്റ്മെന്റ് ഇറക്കുക, CPM കൊടുവള്ളിയെ ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നു എന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവര് ഓരോ സ്ഥലത്തെയും ഓരോ വിഭാഗത്തെയും എല്ലാം ഉപയോഗിച്ച് പടച്ചട്ടകൾ സൃഷ്ടിച്ച് പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും, നിങ്ങളെ ഞങ്ങൾ വിടില്ല. ഞാൻ DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലക്ക് തന്നെയാ പറയുന്നത്. MK മുനീറിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ നേതൃത്വം കൊടുക്കും. ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാകും. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച് ഇതുപോലെയുള്ള വലിയ കേസുകൾക്ക് അകപ്പെടുത്തി ഇത് എന്തോ ഒരു പുണ്യം കിട്ടുന്ന പ്രവൃത്തിയാണ് എന്ന് വരെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾക്കായി ഇവർ നേതൃത്വം കൊടുക്കുന്നത്. അതിന് പച്ചക്കൊടി കാണിച്ചു കൊടുക്കുക ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇറങ്ങിവെന്ന് പറയണ്ടേ ഇത് തെറ്റാണ്. MK മുനീറിന്റെ കൂട്ടാളികൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള തെറ്റുകൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. അതുകൊണ്ട് തൽക്കാലം മുനീർ അന്വേഷണത്തിന്റെ വിധേയമാകണം, മാറി നിൽക്കണം എന്ന് പറയണ്ടേ. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ എല്ലാം ഫണ്ടിങ്, ഇവരുടെ എല്ലാം സാമ്പത്തിക സ്രോതസ് ഇതുമായൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ പറയുന്നവരുടെ എല്ലാ യാത്രാരേഖകളും യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ഹവാല ഇടപാടുകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട് നാട്ടിൽ. ഇതൊക്കെ വളരെ വിശദമായി പരിശോധിക്കണം. ഇവിടെയൊക്കെ പറയുമ്പോൾ നേരത്തെ ലാല് സൂചിപ്പിച്ചതുപോലെ ഒരു കേന്ദ്ര ഏജൻസി വന്നിട്ട് മുസ്ലിം ലീഗിനെതിരെ അന്വേഷിക്കുമെന്ന് ആരും കരുതണ്ട. ഒരു ലെറ്റർ പോലും കൊടുക്കില്ല മുസ്ലിം ലീഗിന്. അത് ഞങ്ങളുടെ ബോധ്യ. ഈ കേരളത്തിലെ ഏത് സാമ്പത്തിക ഇടപാടുകളും എന്ത് ഇടപാടുകളും മുസ്ലിം ലീഗ് നടത്തിയാലും അവർക്ക് വലിയ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സംരക്ഷണം കൊടുക്കുന്ന തരത്തിലേക്ക് ഇന്ന് BJPയും RSSും ഉണ്ട്. ഇവരൊരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഡീലിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ആ ഡീലിൽ SDPI ഉണ്ട്, ആ ഡീലിൽ മുസ്ലിം ലീഗും ഉണ്ട്. ഇവര്
RSSുമായി ഒരു വല്ലാത്ത ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മുടെ ഈ നാളുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ RSSന് വളരാൻ ഈ SDPI വേണം, ജമാഅത്തെ ഇസ്ലാമി വേണം. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് RSS വളരുന്നത്. അതുപോലെ ഈ RSSനെ ചൂണ്ടിക്കാണിച്ചാണ് ഇവിടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വളരുന്നത്. ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഈ നാടിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾക്ക് ഇവർ നേതൃത്വം കൊടുക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ പല മാധ്യമങ്ങളും ഈ കൂട്ടുകെട്ടിന് നിന്നുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം ഈ ഇടപാടുകളെല്ലാം നല്ല രീതിയിൽ അന്വേഷിക്കണം. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ പല നിർണായകമായ സംഘപരിവാറിൻ്റെ ബില്ലുകളിൽ പോലും ഒപ്പിടാൻ വരാതെ, അല്ലെങ്കിൽ ബില്ലുകൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പോലും പാർലമെൻറ്റിൽ വരാതെ മുസ്ലിം ലീഗിൻ്റെ നിർണായക നേതാക്കൾ മാറി നിന്നത് എന്നതൊക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, നേരത്തെ വസീഫ് സൂചിപ്പിച്ചതുപോലെ അത് അവിടെ തീരുന്നത് മാത്രമല്ല, പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയുടെ പിതാവ് സാക്ഷാൽ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി പോലും പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നു, ലീഗിനെ ഇരുത്തിയിട്ട്. ലീഗ് മിണ്ടിയിട്ടില്ല. അവരുടെ മുസ്ലിം സ്നേഹവും ന്യൂനപക്ഷ സ്നേഹവും ഒക്കെ യഥാവിധി പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞതിനെ ഉപോത്പകമായി ഞാൻ ആഡ് ചെയ്തതേ